മഴ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചു. പാലക്കാട് തേൻകുറിശ്ശിയിൽ വീടിന് മുകളിൽ മരം വീണു. കനത്ത കാറ്റും മഴയും പലയിടത്തും ഇപ്പോഴും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. വിവരങ്ങളുമായി മേഘയും സച്ചിനും കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം മേഘ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, ഇന്ന് മലബാർ മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ പ്രവചിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യം, കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി എന്താണ്? ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണോ? മനു, കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഒരു 2 മണിക്കൂറായി മഴ പെയ്യാത്ത സാഹചര്യമാണ് നഗര മേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും ഉള്ളത്. പക്ഷേ പലയിടങ്ങളിലും ഈ നദിയിലൊക്കെ തന്നെയും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് കോരപ്പുഴയിൽ ഈ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ഞ അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആളുകൾ ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ പുഴ മുറിച്ചു കടക്കാനോ ഒന്നും പാടില്ല എന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ ഏകദേശം 36 കുടുംബങ്ങളെയാണ് 36 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത്. അതിൽ 9 കുടുംബങ്ങൾ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ വിലങ്ങാട് മഞ്ഞശ്ശേലിയിൽ നിന്ന് വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിലേക്കാണ് മാറ്റി പാർപ്പിച്ചത്. അതിൽ 13 പുരുഷന്മാരും 12 സ്ത്രീകളും 11 കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. സുരക്ഷിത സ്ഥാനത്തേക്ക് മുൻകാലങ്ങളിൽ അപകടം ഉണ്ടായ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വടകരയിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, വിലങ്ങാട് ഒരു വീട്ടിലേക്ക് മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി ലീലയെയും കുടുംബത്തെയും വിലങ്ങാട് അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അവിടെ ഇപ്പോൾ അപകടാവസ്ഥയൊന്നുമില്ല. പക്ഷേ ഈ അലേർട്ട് നിലനിൽക്കുന്നതിനാൽ മഴ ശക്തമായാൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവരെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? മലയോര മേഖലകളിലൊക്കെ യാത്രാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന നടപടികൾ? മനു, അതായത് മഴ മുന്നറിയിപ്പ് വന്ന ദിവസം മുതൽ, അതായത് 2 ദിവസം മുൻപേ തന്നെ മുന്നറിയിപ്പൊക്കെ തന്നെയും വന്നിരുന്നു. അതിനു പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയതാണ്. മലയോര മേഖലകളിലേക്ക് രാത്രി സമയങ്ങളിൽ ഉള്ള യാത്ര അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വലിയ മഴക്കെടുതികൾ ഉണ്ടായാൽ, ക്യാമ്പുകൾ കൂടുതൽ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഈ നദികളിൽ ജലം ഉയരുന്നത് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ആളുകൾ ഉടൻ തന്നെ സ്വമേധയാ ക്യാമ്പുകളിലേക്ക് മാറണം. അതെന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ഏകോപിപ്പിക്കും. അതിനുള്ള എല്ലാ നടപടികളും സസൂക്ഷ്മം വീക്ഷിച്ചു വരുന്നു. എല്ലായിടങ്ങളും, അതായത് ജില്ലയിലെ എല്ലാ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളും കൃത്യമായ നിരീക്ഷണത്തിലാണ് ഉള്ളത്. നേരത്തെ തന്നെ കിണർ നിർമ്മാണം, മണ്ണെടുക്കൽ, ക്വാറിയുടെ പ്രവർത്തനത്തിലൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൃത്യമായ ജാഗ്രതയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. എവിടെയും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ആശ്വാസം നൽകുന്നു. വലിയ മഴക്കെടുതികൾ ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വലിയ കാറ്റ് ഇന്നലെ രാത്രിയൊക്കെ തന്നെയും ആഞ്ഞു വീശിയ സാഹചര്യം, പലയിടത്തും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. അതൊക്കെ തന്നെയും പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമമാണ് KSEBിയുടെ ഭാഗത്ത് നടക്കുന്നത്. വലിയ തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട്, ഗതാഗത തടസ്സമൊക്കെ തന്നെയും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മഴ മാറി നിൽക്കുന്നതനുസരിച്ച് മാറി വരുന്നു. ഏതായാലും വലിയ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല. മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം കൂടിയാണ് കോഴിക്കോടിന്റെ മലയോര മേഖല. അവിടെയൊക്കെ തന്നെയും കനത്ത ജാഗ്രതയിലാണ്. ഇതുവരെ എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മേഘ കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.